അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോ സത്യത്തിൽ ലഡു പൊട്ടിയത് ഇന്ത്യയുടെ ഇളയപുത്രനായ സഞ്ജയ് ഗാന്ധിയുടെ മനസ്സിലാണ്. വിശേഷിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ലാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ് അമ്മയുടെ മേൽ കാര്യമായിട്ടുള്ള സ്വാധീന ശക്തി ഉണ്ടായിരുന്ന സഞ്ജയ് ഗാന്ധിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കൈവന്നത്. കൃത്യമായ ഒരു ക്യാബിനറ്റ് റാങ്ക് ഇല്ലാതെ തന്നെ ക്യാബിനറ്റിന്റെ അകത്തളത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുക പോലും ചെയ്യാതെ രാജ്യത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള വ്യക്തിയായി സഞ്ജയ് ഗാന്ധി മാറുന്നു. അടിയന്തരാവസ്ഥയുടെ ആദ്യ ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും തന്നെ സഞ്ജയ് ഗാന്ധി ഇന്ത്യയുടെ മുഖ്യ രാഷ്ട്രീയ ഉപദേഷ്ടാവാണ്. പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിലെ സഞ്ജയ് ഗാന്ധിയുടെ ഇടപെടൽ കൂടിക്കൂടി പലപ്പോഴും അത് ഇന്ത്യയെ ബൈപ്പാസ് ചെയ്യുന്ന തരത്തിൽ വരെ അത് വളരുന്നു. പോകെ പോകെ ദില്ലിയിൽ ഭരണം നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ല വീട്ടിൽ നിന്നാണ് എന്നും കേന്ദ്രത്തിൽ കിച്ചൺ ക്യാബിനറ്റ് ആണ് എന്നുമൊക്കെയുള്ള പല വിമർശനങ്ങളും സഞ്ജയ് ഗാന്ധിക്കെതിരെ ഉയരുന്നു. സഞ്ജയ് ഗാന്ധിയുടെയും കൂട്ടരുടെയും കുടില ബുദ്ധിയിൽ ഉദിച്ച പലതും അന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു. അങ്ങനെ നടപ്പിലാക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു വന്ധ്യംകരണത്തിലൂടെയുള്ള കുടുംബാസൂത്രണം. അന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സഞ്ജയ് ഗാന്ധിയുടെ വക ടാർഗറ്റ് ഉണ്ടായിരുന്നു. ദിവസേന ഇത്ര പേരെ സ്വന്തം നിലയ്ക്ക് കൊണ്ടുവന്ന് വന്ധ്യംകരിച്ചോളണം, ഇല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടില്ല. അങ്ങനെ ഒരു പാട്ടം നെയ്യും ഒരു ടൈം പീസും ഒക്കെ പ്രോത്സാഹനമായി കൊടുത്തും ഭീഷണിപ്പെടുത്തിയുമൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി വന്ധ്യംകരിച്ചു കളഞ്ഞത് 1 കോടിയിലധികം പാവപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളിലും അന്ന് നിർബന്ധിതമായിട്ട് ഇൻട്രായൂട്രൈൻ ഡിവൈസുകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. മാരാ വിസ്റ്റൻഡാൽ എന്ന അമേരിക്കൻ പത്രപ്രവർത്തക പിന്നീട് നിരീക്ഷിക്കുന്നത് ഇത് നാസികൾ പണ്ട് നിർബന്ധിച്ച് വന്ധ്യംകരിച്ചതിന്റെ 15 ഇരട്ടിയെങ്കിലും വരുമെന്നാണ്. തികച്ചും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തിരക്കിട്ട് നടത്തിയ ഈ ഓപ്പറേഷനുകളിൽ അണുബാധയുണ്ടായിട്ട് മരിച്ചു പോകുന്നത് അന്ന് 2000-ലധികം പുരുഷന്മാരാണ്. സഞ്ജയ് ഗാന്ധിയുടെ ഈ സ്റ്റെറിലൈസേഷൻ ഹൊററിനെ പറ്റി സൽമാൻ റുഷ്ദി തന്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന നോവലിൽ പോലും പരാമർശിക്കുന്നുണ്ട്. ഈ നിർബന്ധിത വന്ധ്യംകരണത്തിനെതിരെ ദില്ലിയിൽ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു, ലഹളകൾ ഉണ്ടാവുന്നു. പോലീസ് വെടിവെപ്പില് അന്ന് 50-ലേറെ പേര് കൊല്ലപ്പെട്ടിട്ടും പ്രസ് സെൻസർഷിപ്പ് നിലവിലുള്ളത് കാരണം അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു. അന്നൊക്കെ സഞ്ജയ് ഗാന്ധി പറഞ്ഞയച്ചിരുന്ന മൊബൈൽ സ്റ്റെറിലൈസേഷൻ വാൻ കാണുമ്പോഴേക്കും നാട്ടിലെ പുരുഷന്മാര് കണ്ടും വഴി ഓടി രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പോകുന്നത് പോലും അപകടകരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം സർക്കാർ ഉദ്യോഗസ്ഥര് കൊട്ടകയുടെ വാതിലെല്ലാം അടച്ച് അകത്ത് കുടുങ്ങിയവരെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ചു വിടുമായിരുന്നു. വിനോദ് മേത്ത എഴുതിയ ദി സഞ്ജയ് സ്റ്റോറി എന്ന പുസ്തകത്തില് ഇതിനെപ്പറ്റി ഇന്ദിരി ബച്ചാവോ എന്നൊരു അധ്യായം തന്നെയുണ്ട്. ഇന്ദിരി എന്ന് വെച്ചാൽ ജനനേന്ദ്രിയം. ഇന്ദിരാ ലാവോ ഗരീബി ഹട്ടാവോ ദേശ് ബച്ചാവോ എന്ന കോൺഗ്രസ് മുദ്രാവാക്യത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു സ്ലോഗനായിരുന്നു ഇന്ദിരാ ഹട്ടാവോ ഇന്ദിരി ബച്ചാവോ.